അപ്രതീക്ഷിത ദുരന്തത്തിന്റെ ഞെട്ടൽ മാറിയിട്ടില്ല കള്ളാടി സ്വദേശി ആനന്ദിനെ. ഉപജീവന മാർഗമായ തന്റെ ടാക്സി നിമിഷ നേരം കൊണ്ടാണ് നഷ്ടപ്പെട്ടത്. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് വാഹനം നിർത്തി മാറിയപ്പോഴായിരുന്നു അപകടം. അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനും ആനന്ദ് മുന്നിട്ടിറങ്ങിയിരുന്നു. ഉപജീവന മാർഗം നഷ്ടപ്പെട്ടതോടെ ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് ഈ യുവാവ്. കള്ളാടി മണ്ണിടിച്ചിൽപ്പെട്ട ഒരു വാഹനമാണിത്. ഈ വാഹനം ഈ മണ്ണിടിച്ചിലുള്ള പ്രദേശത്ത് നിർത്തി അവിടെ നിന്ന് മാറിയതിനാലാണ് തലനാരിഴയ്ക്ക് തന്നെ രക്ഷപ്പെട്ടത്. ഈ വാഹനത്തിൻ്റെ മുകൾ വശം വരെ മണ്ണ് ചളിയും മൂടിക്കിടന്ന നിലയിലായിരുന്നു. ഇപ്പോൾ വാഹനത്തിൻ്റെ തന്നെ ഡ്രൈവറായിട്ടുള്ള ആനന്ദ് നമ്മളോട് ചേരുകയാണ്. അപ്പോൾ എന്തായിരുന്നു അന്ന് ഉണ്ടായത്? ഞാൻ ആക്ച്വലി വണ്ടി എപ്പോഴും സ്ഥിരം അവിടെയാണ് വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ വച്ചിട്ട് രാവിലെ ഞാൻ ഇവിടെ 900 കണ്ടിയിലേക്ക് വളരെ ജീപ്പുകൾ അങ്ങനെ ഓടും. 11:04 ഞാൻ ഇവിടെ എത്തി. കറക്റ്റ് ആ സമയം ഉണ്ടാവും. കറക്റ്റ് ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇവിടെ നോക്കി നിന്നിട്ട് പിന്നെ നമ്മളെ ഡ്രൈവർമാർ അപ്പുറത്തുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി അങ്ങോട്ട് പോവാന്നൊരു തോട്ടിൽ അങ്ങോട്ട് നടന്ന ചെറിയ ക്രാക്ക് വരുന്നത് കണ്ടിട്ടാണ് ഞാൻ അവിടെ പോയി. അവിടെ 900 കണ്ടി ഓടുന്ന ഡ്രൈവർമാരുടെ അടുത്ത് കാര്യം ഇങ്ങനെ പറയുമ്പോൾ ഉണ്ട് അത്ര ഫുള്ളും പോയി പറഞ്ഞിട്ട് പോലില്ല. അപ്പോഴത്തേക്ക് ഇവിടെ പൊട്ടി. ഞാൻ എന്തോ ഒരു സെക്കൻഡ് ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ഞാൻ ഇവിടുന്ന് അവിടെ പോയി പറയുമ്പോൾ തന്നെ പൊട്ടി. പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവിടെ ആൾക്കാരൊക്കെ കണ്ടെയ്നറിനുള്ളിൽ നിന്ന് ഒരു 4-5 ആൾക്കാർ ഓടി വരുന്നു. അവരൊന്ന് പറഞ്ഞു ഇങ്ങനെ ഒരാൾ കുടുങ്ങി കിടക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ അവിടെയുള്ള ഞങ്ങൾ ലത്തീഫ്, മറ്റേ ഗൗരിങ്ങൻ, ഇവരൊക്കെ അവിടെ ഓടുന്ന ഡ്രൈവർമാരെ 900 കണ്ടി അവരൊക്കെ ഓടി വന്ന് ഗ്ലാസ് ഇതൊക്കെ പൊട്ടിച്ചിട്ടാണ് മൂപ്പരെ പുറത്തെടുത്തത്. പക്ഷേ മൂപ്പർക്ക് ഒരു കാലില്ല. ഗ്രേഡറിൻ്റെ ഡ്രൈവറായിരുന്നു മൂപ്പര്. ഞങ്ങൾ പുറത്തെടുത്ത് ഇതാക്കാൻ നോക്കി. പക്ഷേ മൂപ്പര് അപ്പം തന്നെ മരിച്ചു. CPR ഒക്കെ കൊടുത്ത് ഞങ്ങൾ കയറ്റുമ്പോൾ പിന്നെയും ശ്വാസം ഞങ്ങൾ ചുരമല ഭാഗത്തേക്ക് കയറ്റി വിട്ടു. അവിടെ ഹോസ്പിറ്റലിലേക്ക് കയറ്റി വിട്ടതാണ്. പോകുന്ന വഴിക്ക് മൂപ്പര് കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പ്രവർത്തനത്തിൽ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഞാനന്ന് ഫുള്ള് ഇവിടെയാണ് ഉണ്ടായിരുന്നു. രാത്രി വരെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ രാത്രിയാണ് വീട്ടിൽ പോയത്. എനിക്കത് കണ്ടിട്ട് ഉറക്കമില്ലാത്തപ്പോൾ 3 ദിവസം 4 ദിവസമായി. ഉറങ്ങാണ്ട് ഇവിടെ തന്നെ ഉണ്ട് ഞാൻ. ഈ വാഹനം ഇപ്പോൾ പുറത്തേക്ക് എടുത്തിരിക്കുക, എന്താണ് ചെയ്യാനുള്ളത്? രാവിലെ 2 ദിവസമായിട്ട് അവിടെ കണ്ട. പിന്നെ രാവിലെ ബോഡി വണ്ടീൻ്റെ തൊട്ടപ്പുറത്താണ് 2 കിട്ടിയത്. അപ്പം അതുകൊണ്ട് പിന്നെ ബോഡിയും വണ്ടീൻ്റെ അടിയിൽ അങ്ങനെയുള്ള പടമുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഡ്രൈവർമാർ തന്നെ വിളിച്ച് വണ്ടിയൊക്കെ ഒന്ന് പുറത്തെടുത്ത്. ഫുള്ളും ചെളിയിലായിരുന്നു. ഞങ്ങളവിടെ നിന്ന് മണ്ണും കാര്യങ്ങളായിട്ട് അങ്ങനെ ഇങ്ങോട്ട് വേറെ വണ്ടി കട്ടി വലിച്ചിട്ടാണ് കൊണ്ടുവന്ന് ഇട്ടേക്കണേ. ജീവനമാർഗ്ഗമായിരുന്നല്ലേ ഈ വാഹനം? അതന്നെ. വേറെ ഇത് ആകെപ്പാട് ലോണിലാണ് ഉള്ളത് വണ്ടി. ഓൾറെഡി ഞങ്ങൾ ലോൺ ഇട്ടാണ് എടുത്തത്. വേറെ നമ്മളിവിടെ ഓടാൻ വേണ്ടി ടാക്സി ആക്കാൻ വേണ്ടി വെച്ച വണ്ടിയാണ്. എപ്പോഴത്തേക്ക് ഈ സംഭവം നടന്നു പോയി. ഇപ്പോൾ എന്താ ചെയ്യണമെന്നൊരു വകുപ്പില്ലാണ്ട് വെക്കുക. ഫുള്ളും വണ്ടീൻ്റെ അടിഭാഗം ശരി, എഞ്ചിൻ ഭാഗം ശരി, ഫുള്ളും മണ്ണ് കയറിയിട്ടുണ്ട്. ബാക്ക് അതേപോലെ ഗ്ലാസ് പോയിട്ടുണ്ട്. 2 സൈഡും നല്ല ഡാമേജ് ഉണ്ട്. ഈ സൈഡ് കാണുന്നതിനെക്കാട്ട് കൂടുതൽ അപ്പുറത്തെ ഡാമേജ്. ഫുള്ള് മണ്ണ് മൂടി കിടക്കായിരുന്നു. നമ്മളത് കണ്ടിട്ടാണ് പിന്നെ അവിടെ വെച്ച് പിന്നെ ബോർഡ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വണ്ടി മാറ്റി വിട്ടു. വേറെ ഒരു ഇതില്ലാതെ കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചത്. മണ്ണിടിച്ചിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണ് ആനന്ദ്. അദ്ദേഹത്തിൻ്റെ ഏക ഉപജീവനമാർഗ്ഗമായ വാഹനവും പൂർണ്ണമായി നശിച്ചിട്ടുണ്ട്. വയനാട് നിന്ന് ക്യാമറമാൻ ജിതിൻ ജോസിനൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.